പൊടിമോന് നല്ല പനിയാണ് കേട്ടോ. എനിക്കാണെന്നൊരു വർക്കുണ്ട് വേറൊരു കമ്പനിയിൽ, പുതിയ കമ്പനിയുടെ വർക്ക്. ഒരു പുതിയ കമ്പനിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്കായിരുന്നു മേക്കപ്പ് വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ തന്നെ വർക്ക് ഞാൻ ഇതിന് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഞാൻ മേടിച്ചില്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ ആഗ്രഹിച്ചൊരു ഫോട്ടോഷൂട്ടും കൂടെ ആയിരുന്നു ഇത്. എനിക്ക് ഒരുപാട് സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. പക്ഷേ എനിക്കറിയാവുന്ന വ്യക്തികളുടെ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ എൻ്റെ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ കോൺടാക്ട് ചെയ്യിപ്പിച്ചു. മാക്സിമം അച്ഛനും ചെയ്യാൻ പറ്റുന്നതിലധികത്തിൽ അച്ഛൻ ചെയ്തിട്ടാണ് എനിക്ക് വർക്ക് മേടിച്ചു തന്നത്. പിന്നെ എനിക്കൊരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ. കൂടെ നിന്ന് കുത്തുന്നവരെ പിന്നീട് ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. പക്ഷെ കൂടെ ഒന്ന് സഹായിച്ചവരൊക്കെ ഞാൻ എന്നും ഓർക്കാറുണ്ട്. അതിൽ 2-3 പേരെ എനിക്ക് വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2-3 പേരല്ല, 2 പേരെ എനിക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല. പെട്ടെന്നുണ്ടായ വർക്കായതുകൊണ്ട് തന്നെ കേട്ടോ. പിന്നെ വിനീഷേട്ടനായിരുന്നു ഫോട്ടോഗ്രാഫർ. അത് നമ്മുടെ എന്നത്തെ ഫോട്ടോഗ്രാഫർ അന്ന് തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഓണത്തിൻ്റെ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് പ്രാവശ്യം സ്ട്രഗിൾ ചെയ്ത് നോക്കിയിട്ട് നടന്നില്ല. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ മോനും തീരെ വയ്യാതായി. ഇപ്പോൾ പ്രാവശ്യം ഞാൻ വിചാരിച്ചു എനിക്ക് വർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ കരുതി. പക്ഷെ എന്തോ ഒരു ഭയങ്കര ദൈവഗുരുത്തം, ബ്ലെസ്സിങ് എന്ന് പറയുന്ന പോലെ ഹസ്ബൻഡ് വീട്ടിലിരുന്ന് മോനെ നോക്കാമെന്ന് പറഞ്ഞു. നീ പോയി വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് വന്നു, അനിയത്തി വന്നു. അത്യാവശ്യം നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് നല്ല രീതിയിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ രാത്രിയായിരുന്നു അവിടുന്ന് പോകുന്നപ്പോൾ മോനെ വീണ്ടും ആശുപത്രി കാണിച്ചിട്ടാണ് പോകുന്നത്. 8:50ൻ്റെ ട്രെയിനായിരുന്നു. എടുത്തപ്പോൾ 10:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. താനൂർ എത്തിയപ്പോഴത്തേനും 11 മണി, 11:50 ആയിരുന്നു. പിന്നെ വണ്ടിയുടെ ചാവി പോയതുകൊണ്ട് ഓട്ടോറിക്ഷയിലാണ് വന്നത്. മുകളിൽ നിന്ന് മിസ്സായിപ്പോയി, എവിടെയാണ് പോയെന്ന് അറിയില്ല. എങ്ങനെയൊക്കെയോ വീടെത്തിയെന്ന് വേണം പറയാൻ. കുറേ നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ട് ആഗ്രഹം നടക്കാറുണ്ട്. എന്തൊരു